നമസ്കാരം. പരിസ്ഥിതി ലോല മേഖല നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടും നിർദ്ദേശങ്ങളും പരിഗണിക്കാതെയാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം പുതിയ ESA കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. 2024 കരട് വിജ്ഞാപനത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ ESA പ്രദേശവും 131 വില്ലേജുകളും അതേപടി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ജനവാസ മേഖലകൾ ഉൾപ്പെടെ 1300 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കണമെന്നും ബാധകമായ വില്ലേജുകളുടെ എണ്ണം 98 ആക്കണമെന്നുമുള്ള കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. 90 ദിവസത്തെ പരാതികളും നിർദ്ദേശങ്ങളും കഴിഞ്ഞാൽ ഏത് സമയത്തും വിജ്ഞാപനം അന്തിമമാക്കാമെന്ന വ്യവസ്ഥയും പുതിയ കരടിലുണ്ട്. കേരളത്തിലെ മലയോര കാർഷിക മേഖലയിലെ ആശങ്കയിൽ കേന്ദ്രം കനിയുമോ? ഈ വിഷയമാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റും കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലും ചേരും. ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ്, എന്തുകൊണ്ടായിരിക്കാം കേരളം സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശങ്ങളൊന്നും കേന്ദ്രം അംഗീകരിക്കാത്തതിന്റെ കാരണം എന്തായേക്കാം? അതുപോലെ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ പലപ്പോഴും കേരളം എത്താത്തതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ കേരളത്തിന്റെ ആശങ്കകൾ കേന്ദ്രം പരിഗണിക്കാത്തതിന്റെ ഒരു കാരണം എന്തായിരിക്കാം? അതായത് കഴിഞ്ഞ ഒരു 12 വർഷത്തിലധികമായി നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു ദുർഭൂതമാണ് ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ സംഭവം. അതായത് ഒരു ജനത, ഇടുക്കിയിലെയും വയനാട്ടിലെയും ഒക്കെയുള്ള ഒരു കർഷക ജനത എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാനായിട്ട് അല്പം ഒന്ന് സ്വപ്നങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ സാധനം വീണ്ടും വരുവാണ്. അങ്ങനെ വരുന്നു. തന്നെയല്ല, ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിൻവാതിലൂടെ ഇപ്പൊ നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം മുകളിലായിട്ട് ഈ വില്ലേജുകളെല്ലാം 131 വില്ലേജുകളെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ഇഷ്യൂ ആയിട്ട് ഇത് മാറുന്നു. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 9997 ചതുരശ്ര കിലോമീറ്റർ ESA മേഖലയായിട്ട് മാറുന്നു. നമ്മൾ കേരളം ആവശ്യപ്പെട്ട 98 വില്ലേജുകളിലായിട്ട് 8591 ചതുരശ്ര കിലോമീറ്റർ ആയി കുറയ്ക്കണമെന്നും ഇടുക്കി വയനാട് ജില്ലകളിലെ 31ഓളം വില്ലേജുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നും ആണ് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ കരട് വിജ്ഞാപനങ്ങൾ വരുമ്പോൾ ചെറിയ പ്രതീക്ഷകൾ നൽകും, താൽക്കാലിക ആശ്വാസം എന്നതിനേക്കാളപ്പുറത്തേക്ക് പ്രായോഗികമായ പരിഹാരത്തിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി കാണപ്പെടുന്നുണ്ട്. സ്ഥലത്തിന് വില കുറയുന്നു, ഇവിടെ ജീവിക്കാനാവാത്ത അവസ്ഥ വരുന്നു, വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഈ മലയോര ജനത കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മലയോര ജനതയെ വളരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇതെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതായത് കർഷക ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. വന്യമൃഗങ്ങൾ എന്ന് പറയുന്ന ജൈവായുധം ഉപയോഗിക്കുന്നു. ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് കർഷകരെ വലിഞ്ഞു മുറുക്കുന്നു. ഏറ്റവും വലിയൊരു ആയുധം എന്ന രീതിയിൽ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആശങ്ക കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഈ മലയോര മേഖലയിലെ ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കി വിടാനുള്ള വളരെ തന്ത്രപരമായിരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. കാരണം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ജനത. അതായത് മലയോര ജനതയുടെ കർഷകരുടെ ഒന്നും പ്രതിഷേധങ്ങൾക്ക് കാര്യമില്ല, അല്ലെങ്കിൽ പ്രതിഷേധം കൊണ്ട് ബലം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുവേണോ നമ്മൾ മനസ്സിലാക്കാൻ? അതായത് ഇതിനു മുമ്പ് ഡീലുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ മലയോര ജനതയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഡീലുകൾ, അതായത് വിറ്റ് കാശാക്കി നാട്ടുവർത്താനത്തിൽ പറയില്ലേ, ആ ഒരു സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞു. അതായത് ഇടുക്കിയിലെയും വയനാട്ടിലെയും ഒക്കെ ഈ മലയോര മേഖലയിലുള്ള ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കി വിടാനായിട്ടുള്ള പല പദ്ധതികളുണ്ട്. അതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ആയുധമായിട്ട് മാത്രം ഇതിനെ നമ്മൾ കരുതിയാൽ മതി. അതായത് ഈ പശ്ചിമഘട്ട മലനിരകളെല്ലാം ഏകവനം പദ്ധതിയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന് ഇവിടെയെല്ലാം ഒരു ഏകവനം, അതായത് എന്താ പറയുക, ഇടതടവില്ലാത്ത ഒരു വനമേഖലയാക്കി പ്രഖ്യാപിച്ച് ആ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഡീലിന്റെ ഭാഗം തന്നെയാണിത്. അപ്പൊ അതിനായിട്ട് ഇട്ടുകൊടുക്കുന്ന ഇരകളെന്ന് പറയുന്ന ജീവികള് മലയോര കർഷകരാണ്. ഈ മലയോര കർഷകർക്ക് ഇങ്ങനെ നിയമം കൊണ്ട് പിടിമുറുക്കുന്നു. അവിടെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാകുമ്പോൾ ഈ സ്ഥലം ഇവിടെ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് മലയോര മേഖലയിലെ പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ആദ്യ 2013-14 കാലഘട്ടത്തിലെയൊക്കെ കേരളം കണ്ട ഐതിഹാസികമായ സമരങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളുടെ ഇടുക്കിയിലെ ആനിക്കുഴിക്കാട് പിതാവിന്റെയും റെമ്യൂജിയസ് പിതാവിന്റെയും ഒക്കെ നേതൃത്വത്തില് ജാതി തെരുവിലിറങ്ങി ചെയ്ത വലിയ ഐതിഹാസികമായ സമരങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ.
ഈ സമരങ്ങളെയൊക്കെ ഇവര് യാതൊരു തരത്തിലുള്ള വില കൊടുക്കാതെ പുച്ഛിച്ചു തള്ളി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഒരു തരത്തിലുള്ള സൊല്യൂഷനും കണ്ടെത്താതെ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് UPA കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഇപ്പൊ BJPയുടെ കയ്യിലേക്ക് ഇത് വരുമ്പോഴും കർഷകരോടുള്ള മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞ 10 വർഷക്കാലം, അവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വളരെ ആശങ്കാജനകമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മലയോര ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള വളരെ തന്ത്രപരമായ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോവുക. ഇപ്പൊ ഈ കേരളം ആവശ്യപ്പെട്ടേക്കുന്ന ഈ 31ഓളം വില്ലേജുകള് ഇത് മാറ്റിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ വില്ലേജുകളുണ്ടല്ലോ, ആ വില്ലേജുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മേഖലകളാണ്. അതായത് ഫാദർ റോബിൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. ഓക്കെ, നമുക്ക് ഫാദർ റോബിൻ പടിഞ്ഞാറ് തുടർന്നു. ഓക്കെ, അപ്പൊ ഈ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മേഖലകളാണ് നമ്മുടെ ഈ പറയുന്ന മേഖലകളൊക്കെ. ഈ മലയോര മേഖല എന്ന് പറയുന്നത് വളരെ ഇതാണ്. അപ്പൊ ഈ പറയുന്ന ഈ ദേവികുളം താലൂക്കിലെ, ഇടുക്കി താലൂക്കിലേത്, പീരിമേട്ടിലെ, ഉടുമ്പൻചോല, തൊടുപുഴ, ഇങ്ങനെയുള്ള ജനവാസ മേഖലയിലുള്ള പല താലൂക്കുകളിലുള്ള പല വില്ലേജുകളും, ഇപ്പൊ ഇവൻ ഉടുമ്പന്നൂർ ഉൾപ്പെടെ ജനവാസ മേഖലയിൽ ഒത്തിരി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മേഖലയാണ് ഉടുമ്പന്നൂർ വില്ലേജ് ഉൾപ്പെടെ. അപ്പൊ അങ്ങനെയുള്ള പല വില്ലേജുകളും ഈ രീതിയിൽ എന്താ പറയുക, കുടിയൊഴിക്കപ്പെടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുക. ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അപ്പം UPA കാലഘട്ടത്തിൽ ആരംഭിച്ചു, BJP ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇടതുപക്ഷം ഭരിച്ചു, ആർക്കും കർഷകരുടെ വിഷയത്തിലേക്ക് ഇടപെടുന്നില്ല. ഇലക്ഷന് മുമ്പ് പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് മറക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടു പോവുക. അപ്പൊ മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേല്, അവരുടെ പൗരാവകാശത്തിന് മേല്, ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ നടത്തുന്ന ഒരു ശക്തമായ കടന്നുകയറ്റമാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഫാദർ, പക്ഷെ മറ്റൊരു സംശയം കൂടെ ചോദിക്കും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല, ചില നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ ചിന്തിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ വയനാട്ടിലൊക്കെ നടന്ന പോലുള്ള ഉരുൾപൊട്ടലുകളും രക്ഷിക്കേണ്ടതും ഒരു ആവശ്യകതയാണ്. ഇത് രണ്ടും സമന്വയിപ്പിച്ച് എങ്ങനെ ഒരു പരിഹാര മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും? അതായത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തർക്കമൊന്നുമില്ല, പക്ഷെ അതിന് ശാസ്ത്രീയമായ ചില കാഴ്ചപ്പാടുകളാണ് വേണ്ടത്. ഇപ്പോ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകള് സ്വയം ബലിയായി തീർന്നുകൊണ്ടല്ല അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പ്രദേശം മുഴുവനായിട്ട് ആ രീതിയിലുള്ള നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജീവിക്കാനാവാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇതുണ്ടാകുന്നു. അതായത് നമ്മുടെ വികസനത്തിനും നിർമ്മാണത്തിനും വലിയ ചങ്ങലകൾ വീഴുവാണ്. അതായത് അവിടെ വികസന പദ്ധതികൾ നടക്കില്ല, വൻകിട കെട്ടിടങ്ങൾ നടക്കില്ല, ക്വാറികൾ നടക്കില്ല, മൈനിങ് നടക്കില്ല, അതുപോലെ തന്നെ പല വ്യവസായങ്ങളും നിയന്ത്രിക്കാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു, വീടുകളുടെ കാര്യത്തിൽ പോലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു തരത്തിലും മനുഷ്യർക്ക് ജീവിക്കാനാവാത്ത തരത്തിലുള്ള ഈ എന്താ പറയുക ചങ്ങലകളിട്ട് മനുഷ്യനെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. അതിനുവേണ്ടി ഒരു ജനത അവരുടെ ജീവിതം ബലിയാടാക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലുമില്ല. അതായത് അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇടുക്കി ഡാം ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഉയർന്ന മേഖലകളിലുള്ള ഒരു പ്രദേശത്താണ് ഇടുക്കി ഡാം ഇരിക്കുന്നത്. ഈ പരിസ്ഥിതി തീവ്രവാദികളുടെ ആവശ്യപ്രകാരം അത് പൊളിച്ചു കളയാനായിട്ട് കഴിയുമോ? എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൻ ടൗണുകളിലിരുന്ന് AC മുറികളിലിരുന്ന് ശീതീകരിച്ച മുറികളിലിരുന്ന് കർഷകരുടെ ചുമലിലേക്ക് ഈ ഭാരം ചുമന്നു വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? കർഷകരാണ് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു കർഷകരാണ്. ഏറ്റവും കൂടുതൽ കർഷകരാണ് പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തിയത്. 4 ചുവട് കപ്പയിട്ടത് കൊണ്ടോ ഒരു കെട്ടിടം പണിത് കൊണ്ടോ അല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടുത്തെ വൻകിട ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരനെ ബലിയാടാക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. കാർബൺ ഫണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കർഷകരുടെ മേലല്ല അതിനു വേണ്ടിയിട്ട് കുതിര കയറേണ്ടത്. അത് അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെയ്യട്ടെ, അല്ലാതെ കർഷകർക്ക് അതിനു വേണ്ടിയിട്ട് ബലിയാടാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ആ ഒരു ആർജവത്വത്തിലേക്ക് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ മാറിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ യുവാക്കളൊക്കെ നാടുവിട്ട് പോകുന്നതിനും സ്വന്തം നാട്ടിൽ നിൽക്കാൻ സാധിക്കുന്നതും ഒക്കെ അവർക്ക് അവരുടെ കാരണവന്മാരായിട്ട് കൈമാറി വന്ന സ്വത്തുവകകൾ ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതും വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നവും കൂടെ ഉള്ളത് കൊണ്ടൊക്കെ കൂടിയാണ് നാടുവിട്ട് മറ്റു നാടുകളിൽ. ഈ വിഷയത്തിൽ തന്നെ വരുമ്പോഴല്ലോ ബാങ്കുകൾ ലോൺ പോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് നമ്മുടെ നാട്ടില്
നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോവുക. അല്ലാണ്ട് ഇവിടുന്ന് ആരും വിദേശത്ത് പോയി സൂഹിക്കാൻ വേണ്ടി പോകുന്നതല്ല. ഇവിടെ ജീവിക്കാനായിട്ട് മാർഗ്ഗമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ് പുറത്തേക്ക് പോവുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഈ പരിധിക്കുള്ളിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ബാങ്കുകളിൽ ലോൺ പോലും കൊടുക്കത്തില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ സ്ഥലം കൊണ്ട് കാര്യം 5 ഏക്കർ സ്ഥലമുണ്ട്, 3 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കൊള്ളാന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അവിടെ എത്തപ്പെടുകയാണ്. കാർഷിക മേഖല നമുക്കറിയാം, വന്യജീവികളൊക്കെ ഇറങ്ങി നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഇത് ലോൺ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതുപോലെ നടക്കാത്തൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകരെ വലിഞ്ഞു മുറുക്കുക എന്ന് പറയില്ല, അക്ഷരാർത്ഥത്തിൽ പറയില്ലേ, ആ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു ആത്മാർത്ഥതയും ഒരു സർക്കാരും ഇതുവരെ കാണിച്ചിട്ടില്ല. ഇത് നമ്മളുടെ UPA കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഇത്. ഇപ്പൊ BJP ആണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചു. ആർക്കും ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയില്ല. ഇടുക്കിയിലെയൊക്കെ മലയോര മേഖലയിൽ ഇലക്ഷൻ പ്രചാരണവുമായി വന്ന എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്രയും കാലമായി പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു പരിഹാരത്തിലേക്ക് എത്തപ്പെടുന്നില്ല. ഉപദ്രവിക്കാന്നല്ലാതെ ഒരു ഉപകാരവും ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ശ്രീ ചാക്കോ കാളംപറമ്പിൽ, നമുക്കറിയാം പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാനുള്ള 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഈ വിജ്ഞാപനം അന്തിമമാക്കാമെന്നുള്ള ഒരു വ്യവസ്ഥ സംസ്ഥാനത്തിന്റെ ആ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട് എന്നാണ്. അപ്പോൾ അത് ശരിക്കും സംസ്ഥാനത്തിനെയും കർഷകരുടെയൊക്കെ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നില്ല. ശരിക്കും എന്തായിരിക്കും യാഥാർത്ഥ്യം? ഇനി എന്തായിരിക്കാൻ വരാൻ പോകുന്നത്? താങ്കളുടെ മ്യൂട്ടാണോ എന്നൊരു സംശയമുണ്ട്, ഒന്ന് ഓണാക്കാം. ജോയ്സ്, ആദ്യമായിട്ട് ഒരു ESA വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിച്ചതെന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ വെച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ഷക്കീനാസിനെ. കാരണം അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. പക്ഷെ ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ കേരളത്തിലെ 12 ജില്ലകളെ ബാധിക്കുന്ന ഏകദേശം 30 ലക്ഷം ആളുകളെ ബാധിക്കുന്ന 123 വില്ലേജുകളെ, ഇപ്പൊ അത് 131 ആക്കി എന്ന് പറയുന്നത് 123നെ സ്പ്ലിറ്റ് ചെയ്തതാണ്. ആ 123 വില്ലേജുകളെ 2013-14 കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന വില്ലേജുകളിലുള്ള 30 ലക്ഷം ജനങ്ങളെ 12 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നവരെ ബാധിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും മാറി മാറി വരുന്ന സർക്കാരുകളും തീർത്തും ഒരു പരാജയമാണ്, ഒരു അവഗണന ജനങ്ങളോട് കാണിച്ചതിന്റെ ആകത്തുകയാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. വാസ്തവത്തില് ഭരണാധികാരികള്, കാരണം ഞാനിത് പറയുമ്പോൾ വെറുതെ പറയില്ല, 2013 ഡിസംബർ മാസത്തിൽ ഇറങ്ങിയ OM ഓഫീസ് മെമ്മോറാണ്ടത്തിന് ശേഷം ഇങ്ങോട്ട് 7 പ്രാവശ്യം ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്ത് 7ാമത്തതാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 27 ജൂലൈ 2026 വന്ന് 7ാമത്തെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആണെന്ന് എന്റെ ഓർമ്മ. അങ്ങനെ നോക്കുമ്പോൾ 7 പ്രാവശ്യം ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ 565 ദിവസം വരെ അത് പോകാറുണ്ട്. 60 ദിവസമേ നമുക്കതിന്റെ പരാതികൾ സമർപ്പിക്കാൻ കിട്ടാറുള്ളൂ എങ്കിലും 565 ദിവസം വരെ അതിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഫൈനലൈസ് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങിന് അവർക്ക് എടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 7 പ്രാവശ്യം ഈ 525 അല്ലെങ്കിൽ ഏകദേശം 600 ദിവസങ്ങൾക്ക് അടുത്ത് വെച്ച് 7 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏകദേശം 4000-ലധികം ദിവസങ്ങൾ കിട്ടിയിട്ടും, അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ 12 വർഷങ്ങൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കിട്ടിയിട്ടും ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കാത്ത സംവിധാനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ, MP-മാര്, MLA-മാരുമുള്ള നിയമസഭയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതിൽ നമുക്ക് തുടങ്ങണം. ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ 60 ദിവസമല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്? 60 ദിവസമല്ല, 4200 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കൃത്യതയോടുകൂടി ഒരു രേഖ കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നു. 2014 ഇറക്കിയിരിക്കുന്ന ആ ഓഫീസ് മെമ്മോറാണ്ടത്തിന് ശേഷം വന്ന നോട്ടിഫിക്കേഷനുകളുണ്ട്. ആ നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം തുടർച്ച, അതായത് 2015 ജൂലൈ 7 വന്നു, പിന്നെ 2017 വന്നു, 16 വന്നു, 14 വന്നു, 18 വന്നു, 19 വന്നു, 21 വന്നു, അങ്ങനെ പോയി അവസാനം 24 വന്നു, അവസാനം ഇപ്പൊ 26 നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ഈ നോട്ടിഫിക്കേഷനിലെല്ലാം വേണ്ടത് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന ESA പ്രദേശങ്ങളിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് MP-മാരുടെ മീറ്റിംഗ് എത്ര പ്രാവശ്യം വിളിച്ചു കൂട്ടിയെന്നറിയാം. ചുരുങ്ങിയത് MP-മാരുടെയും സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുള്ളത് നിരവധി പ്രാവശ്യം മീറ്റിംഗുകൾ നടത്തി, കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനടക്കം. അങ്ങനെ ചർച്ച ചെയ്തിട്ടും ഇതുവരെ അത് കൃത്യതയോടുകൂടി
ഈ കേരളത്തിന്റെ സ്ഥിതി ഇതാണ്, ഇവിടെ ഇതേ പറ്റൂ എന്ന് പറയാൻ ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ദുരന്തമാണ്. ഈ എന്തുകൊണ്ടായിരിക്കാം അതുപോലെ ഇപ്പോൾ ഭരണങ്ങൾ പലതും മാറി വന്നിട്ടും പല നേതാക്കന്മാരായാലും ശരി, പല പാർട്ടികളായാലും ശരി ഭരണത്തിൽ വന്നിട്ടും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാനോ അതിന് വേണ്ട നടപടി സ്വീകരിക്കുവാനോ കേന്ദ്രത്തിൽ ഇടപെടലുകൾ നടത്തുവാനോ നമുക്ക് കേരളത്തിൽ നിന്നും സാധിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കാം? വളരെ വ്യക്തമാണ്. അതായത് അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും താല്പര്യമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയെടുക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധരാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും എന്നുള്ള മട്ടിലുള്ള നിസ്സംഗ മനോഭാവം, അല്ലെ അവഗണനാ മനോഭാവത്തിന്റെ അനന്തര ഫലമാണ് ഈ ദുരന്തം. ഞാനത് പറയാൻ കാരണം, ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്ന ശേഷം നമ്മൾ ഉമ്മൻ കമ്മിറ്റിയെ വെച്ചല്ലോ. ഉമ്മൻ കമ്മിറ്റി ഇതിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി. ആ ഉമ്മൻ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിൽ വാസ്തവത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഏരിയയാണ് ഇപ്പൊ താങ്കൾ പറയുന്ന 9993.7 9107 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് അല്ലെ വനമേഖല എന്ന് പറയുന്നത്. ഈ ഉമ്മൻ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന 9107 ചതുരശ്ര കിലോമീറ്റർ വനം എന്ന് പറയുന്നത് അവിടെ തന്നെ പാളിച്ച പറ്റി, പാകപ്പിഴ പറ്റി. കാരണം അത് കേരളത്തിലെ 1500-ലധികം വില്ലേജുകളിൽ കിടക്കുന്ന വനമാണ്. അത് 123 വില്ലേജിലെ ഫോറസ്റ്റ് ഏരിയയായി കാണിച്ചിരിക്കുകയാണ് ഉമ്മൻ കമ്മിറ്റി. അങ്ങനെ 121 വില്ലേജിലെ ഫോറസ്റ്റ് ഏരിയയായി അത് കാണിക്കുകയും അത് അന്തിമ വിജ്ഞാപനത്തിൽ പെടുകയും ചെയ്താൽ കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റായ 9107 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ 121 വില്ലേജുകളിൽ നിന്ന് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ 121 വില്ലേജിൽ 9107 ചതുരശ്ര കിലോമീറ്റർ 121 വില്ലേജുകളിലെ ആകെ ഫോറസ്റ്റ് 7800 ചതുരശ്ര കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. അവിടെയാണ് 9107 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ ഏകദേശം 1300-ലധികം ചതുരശ്ര കിലോമീറ്റർ. 1300 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജോയ്സെ, അത് വാസ്തവത്തില് 3,30,000-ഓളം ഏക്കർ, അല്ലെങ്കിൽ 1,30,000 250 ഹെക്ടറാണ്, അല്ലെങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. 100 ഹെക്ടറാണ് ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 250 ഏക്കറാണ്, അല്ലെങ്കിൽ 247 ഏക്കറാണ് കൃത്യമായി പറഞ്ഞാൽ. അപ്പൊ ഈ 1,30,000 ഹെക്ടർ ഭൂമി, റവന്യൂ ഭൂമി, കർഷകരായിട്ടുള്ള ഭൂമി, മതിയായ രേഖയുള്ള ഭൂമി, കൃഷി ചെയ്തു വരുന്ന ഭൂമി ഫോറസ്റ്റായി മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പല പ്രാവശ്യം ഞങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ അടുത്ത് ആവർത്തിച്ച് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻ സാറിനോട് ഞങ്ങൾ സംസാരിച്ചതാണ് ഈ വിഷയം. അദ്ദേഹം പറഞ്ഞത്, ഈ അടുത്ത നാളിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് കൊടുത്തു പോയത് അന്ന് കഴിഞ്ഞു പോയതല്ലേ, എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഈ വസ്തുത സത്യമാണെന്ന് ഫോറസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം സമ്മതിക്കുന്നതാണ്. കാരണം ഈ 9107 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ആണ്, റിസർവ് ഫോറസ്റ്റ് ആണ്. അത് പക്ഷേ 123 വില്ലേജിലെ ഫോറസ്റ്റ് ആയി കാണിച്ചിരിക്കുന്നതിനകത്ത് ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുള്ള പരിസ്ഥിതി മന്ത്രാലയത്തിനും അറിയാം. എന്തേ ഇത് തിരുത്തുന്നില്ല? ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി കണ്ടു പറഞ്ഞതാണ്. കേന്ദ്രത്തെ സമീപിച്ചതാണ്. കേന്ദ്രം പറഞ്ഞത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇത് ഡിമാർക്കേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതായിരിക്കും നോട്ടിഫൈ ചെയ്യുക. അത് തരുന്നതിൽ വീഴ്ച വരുന്നു. അവർ പറയുന്നത് 2014 ഉമ്മൻ തന്നു. അതിനുശേഷം 2018 അത്രയില്ല, 92 ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണം തരുന്നു. പിന്നെ 98 മാറ്റുന്നു. പിന്നീട് അത് 131 മാറുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് 2017-ലും 18-ലും 22-ലും 24-ലും ഒക്കെ വ്യത്യസ്ത ഇപ്പൊ വില്ലേജ് ഷേപ്പ് മാപ്സുകൾ പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. കൃത്യതയോടുകൂടി കേരളത്തിന്റെ ESA ഭൂമി ഇതാണ്, ഇതിനപ്പുറത്ത് ഒരു ഭൂമി ഞങ്ങൾക്ക് തരാനില്ല എന്ന് പറയുന്ന വിധത്തിൽ ഒരു കൃത്യമായ മാപ്പിംഗ് നടത്തി, വില്ലേജ് ഷേപ്പ് ആൻഡ് കൃത്യമായി രേഖപ്പെടുത്തി, ജിയോ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി, ഇതാണ് ഞങ്ങളുടെ ESA, ഇതിനപ്പുറത്തൊരു ESA ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അത് അംഗീകരിച്ച് മതിയാവും. അത് അംഗീകരിക്കാൻ അവർക്കും തടസ്സമുണ്ടാകാൻ യാതൊരു ന്യായവുമില്ല. കാരണം കേന്ദ്രമന്ത്രിയുമായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പിലത്തെ മന്ത്രിസഭയിലും ആദ്യത്തെ മോദിജി മന്ത്രിസഭയിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറയാൻ കാരണം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ശുഷ്കാന്തി ഇല്ലായ്മ, അവഗണന, ജനങ്ങളെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുകയാണ്. PSA പ്രഖ്യാപനം വന്നാൽ എന്താ? വില്ലേജ് അടിസ്ഥാന യൂണിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ജോയിസെ, വില്ലേജ് അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് എടുത്താൽ 121 വില്ലേജുകളും ESA ആയി മാറുകയാണ്. അവിടുത്തെ ഫോറസ്റ്റ് മാത്രമല്ല, റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം എന്തായി കാണിച്ചാൽ മതി, ESA ആയി കാണിച്ചാൽ മതി. അപ്പോൾ ആ ഓരോ വില്ലേജുകളിലുമുള്ള റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രമാണ് ESA ആയി കാണിക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. പകരം ഇവിടെ ആ വില്ലേജ് ആസ് എ ഹോൾ ESA ആയി കാണിക്കുമ്പോൾ അവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. ആ നോട്ടിഫിക്കേഷൻ റെഡ് കാറ്റഗറി വാൻ ചെയ്യുന്നത് മാത്രമല്ല, ഓറഞ്ച്,
അതുപോലെ തന്നെ വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ടതും കർശനമായ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി തുടങ്ങാൻ കഴിയുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ആധാരങ്ങളിൽ, ഭൂമി ട്രാൻസ്ഫർ ചെയ്യുന്ന ആധാരങ്ങളിൽ വരെ ഇത് പരിസ്ഥിതി സംവേദന മേഖലയിൽ പെട്ടതാണ് അല്ലെങ്കിൽ പെട്ടതല്ല എന്ന് എഴുതി ചേർക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു വില്ലേജിലെ ജനങ്ങളെ ബാധിക്കില്ല, ഫോറസ്റ്റിനെ മാത്രമേ ബാധിക്കുള്ളെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കൃത്യമായി ചേർന്ന് ഈ വില്ലേജിലെ ഇത്ര ഹെക്ടർ ഭൂമി ഫോറസ്റ്റ് മാത്രമേ ഇതിനകത്ത് ESA ആയിട്ടുള്ളൂ, ബാക്കി ഭൂമി ESA ആയിട്ടില്ല, അത് റവന്യൂ ഭൂമിയാണെന്ന്. ഇനി ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങളോ സജഷൻസോ കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകളും പരിസ്ഥിതി മന്ത്രാലയങ്ങളും കാണിക്കുന്ന അലംഭാവങ്ങളും ചില ഗൂഢലക്ഷ്യങ്ങളും അച്ഛനിവിടെ സൂചിപ്പിച്ചുള്ള ചില നിഗൂഢ താല്പര്യങ്ങളും ഒക്കെ ഇതിന്റെ പിന്നിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? സ്വാഭാവികമായിട്ടും നിരവധി സൊല്യൂഷൻസ് ഇതിനുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാതെ ഒന്നുമില്ല. വനാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ അതിന് നിൽക്കുന്ന മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പഞ്ചായത്ത് വാർഡുകളാണ് അടിസ്ഥാന ഘടകമായി സ്വീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വാർഡുകളെ വനാവകാശ നിയമം നടപ്പാക്കാൻ എന്തുകൊണ്ട് ESA പ്രദേശങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് പഞ്ചായത്ത് വാർഡുകളാക്കിക്കൂടാ? രണ്ടാമത്, ഈ 123 വില്ലേജിൽ ഏതാനും വില്ലേജുകൾ ഒഴിവാക്കി, 32 വില്ലേജ് ഒഴിവാക്കി എന്ന് പറഞ്ഞില്ല, 31 വില്ലേജ് ഒഴിവാക്കി എന്ന് പറയുന്നു. ഈ 31 വില്ലേജ് ഒഴിവാക്കാൻ പറഞ്ഞ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ വാദഗതി എന്തായിരുന്നു ചോദിച്ചാൽ, അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കസ്തൂരി രംഗനിലെ ഗാഡ്ഗിൽ പറയുന്നതിനേക്കാളും കൂടുതലാണ്. അവിടെ ഫോറസ്റ്റ് ഏരിയ 20% താഴെയാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനേക്കാൾ ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞതും ഇതിനേക്കാൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയതുമായിട്ടുള്ള വില്ലേജുകളെ അന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. 92 വില്ലേജുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ 48 വില്ലേജുകളും കേവലം കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മാത്രമായി ചുരുങ്ങി. ഇതൊക്കെ ആരുടെ താല്പര്യങ്ങളാണ്? ഇതിനൊക്കെ ആരുടെ ഇൻട്രസ്റ്റ് ആണുള്ളത്? കേരളത്തിൽ ഒന്നുപോലെ കാണണ്ടേ? എല്ലാവരെയും ഒന്നുപോലെ കാണണ്ടേ? പരിസ്ഥിതി ലോല പ്രദേശങ്ങള് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇവിടെ ഒരു സൂചന താങ്കൾ നൽകി. ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് 123 വില്ലേജിലെ ജനങ്ങളാണോ? മറിച്ച് കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് ഇവിടെ വരുന്ന ഈ 2.5 അല്ലെ 3 കോടി ജനങ്ങളുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവർ ഒന്നിച്ചാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം കേരളത്തിന്റെ പൊതുബോധത്തിൽ വരേണ്ടതാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഒരു വിഭാഗത്തെ മാത്രം പിടിച്ച് അവിടെ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ ESA വനനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് പരിസ്ഥിതി സംരക്ഷിക്കുകയാണെന്ന മറവിൽ ഒരു വിഭാഗം ജനത്തെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 അനുസരിച്ച് നമ്മുടെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കൈകടത്തൽ കൂടിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കൈകടത്തൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഭരണഘടന ലംഘനം പോലുമാണ് ആ തരത്തിൽ നോക്കിയാൽ. പരിസ്ഥിതിയുടെ മറവിലാണ് നടക്കുന്നത്. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 3 അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 3 അനുസരിച്ച് കേരളം മുഴുവനും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ. വനമേഖലയിൽ അല്ലെങ്കിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ മാത്രം പരിസ്ഥിതി സംരക്ഷിച്ചാൽ മതിയെന്നും ടൗണിലുള്ളവരും അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ളവരും സെമി അർബൻ ഏരിയയിലുള്ളവരും ഒന്നും അത് സംരക്ഷിക്കേണ്ടെന്നും ഈ 1600 വില്ലേജുകളിൽ 1600ഓളം വില്ലേജുകൾ 120 വില്ലേജുകൾ മാത്രം സംരക്ഷിച്ചാൽ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നത് എന്ത് ഉട്ടോപ്യ ന്യായമാണ്. അതേസമയത്ത് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ റിസർവ് ഫോറസ്റ്റുകളെയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെയും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെയും സംരക്ഷിക്കാൻ സാധാരണ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ആ കൂടെ നിൽക്കുന്ന ജനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നടത്തുക. പക്ഷെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുമ്പോൾ പോലും അതിന്റെ ഉദ്ദേശം ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മുൻപുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. അതായത് 2009-10 കാലഘട്ടങ്ങളിലാണ് യുനെസ്കോയിലെ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചില തൽപരകക്തികള്, ചില NGOs മെനക്കെട്ട് ഇറങ്ങിയത്. അതിനുശേഷം അത് നടക്കാതെ വന്നപ്പോൾ സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെ കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങളൊക്കെ നടത്തി ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടാക്കി. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വാസ്തവത്തില് നിരവധി താലൂക്കുകൾ 500-ലധികം പഞ്ചായത്തുകളിലൊക്കെ ബാധകമായിരുന്ന സംഭവത്തെ വെട്ടിച്ചുരുക്കി കേവലം 101 വില്ലേജുകളിലേക്ക് കസ്തൂരിരംഗൻ എന്ന് പറയുന്ന കമ്മിറ്റിയെ കൊണ്ട്, ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റിയെ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പരിസ്ഥിതി സംരക്ഷണമല്ല ഇതിന്റെ ലക്ഷ്യം. മറിച്ച് വെസ്റ്റേൺ ഘട്ടിനെ യുനെസ്കോയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ലോക പൈതൃക പദവിയിൽപ്പെടുത്തി അതിൽ നിന്ന് സാമ്പത്തിക ലാഭം കൊയ്യാനുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമത്തിന്റെ ഒരു ഭാഗം കൂടിയാണിത്. അതിനുവേണ്ടി ബലിയാടാകേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ളത് തിരിച്ചറിയാം. അതുകൊണ്ട് ഇപ്പൊ കരട് വിജ്ഞാപനം ഇറങ്ങി. ഈ പ്രാവശ്യത്തെ കരട് വിജ്ഞാപനം ജൂലൈ 27 ഇറങ്ങി. 60 ദിവസത്തെ സമയം വീണ്ടും അനുവദിച്ചു. 60ാമത്തെ ദിവസം മുതലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം മുതൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അന്തിമ വിജ്ഞാപനം ഇറക്കാമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കരട് വിജ്ഞാപന പ്രകാരമുള്ള സംസ്ഥാന ഗവൺമെന്റ് ESA സംബന്ധമായിട്ടുള്ള അന്തിമ റിപ്പോർട്ട്
സംസ്ഥാന ഗവൺമെന്റ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ESA മാപ്പ്, കേരളത്തിലെ ഇന്ന വില്ലേജുകളാണ്, അതിന്റെ ബൗണ്ടറികൾ ഇന്നതാണ്, ഇതൊക്കെയാണ് ESAയിൽ പെടുന്നുള്ള അതിന്റെ മാപ്പും അനുബന്ധ മാപ്പും അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിലുണ്ടെന്നാണ് കരട് വിജ്ഞാപനത്തിൽ പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ അത് കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്, സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഈ കരട് വിജ്ഞാപനത്തെ മലയാളീകരിച്ച് ഇതുവരെ എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത്? സാധാരണക്കാരനത് വായിച്ച് മനസ്സിലാക്കണ്ടേ? സത്കൃഷിക്കാരും സാധാരണക്കാരായ മനുഷ്യർക്ക് മലയാളത്തെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പ്രസിദ്ധീകരിക്കാൻ എന്തുകൊണ്ട് തീരുമാനമെടുക്കില്ല? സംസ്ഥാന ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? മൂന്നാമത്തത്, കരട് വിജ്ഞാപനം അനുസരിച്ചുള്ള 60 ദിവസത്തെ കാലാവധി ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയും പൊതുജനങ്ങളെ കൊണ്ട് ആക്ഷേപങ്ങൾ സമർപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അവരറിയണ്ടേ അവരുടെ ഭൂമി ഇങ്ങനെ ESAയിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ളത് അറിയണ്ടേ? അതിനുള്ള ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ? അതുപോലെ കേന്ദ്രം നിർദ്ദേശിച്ചുള്ളതുപോലെ തന്നെ റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മാത്രം അല്ലെ സംരക്ഷിത മേഖലകളും ലോക പൈതൃക പദ്ധതിയിലുള്ള പ്രദേശങ്ങൾ റിസർവ് ഫോറസ്റ്റ് മാത്രം ഇതിലേക്ക് പെടുത്തിയാൽ മതി, ESA ആയി പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് അതിന്റെ ഡിമാർക്കേഷൻ നടത്തിയ മാപ്പുകൾ വില്ലേജ് ഫയൽസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അത് വെബ്സൈറ്റിലിട്ട് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്നില്ല? അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ കരട് വിജ്ഞാപനത്തിൽ 9997 ചതുരശ്ര കിലോമീറ്റർ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ ഒരു വില്ലേജ് ഷേപ്പ് മാപ്പ് ഉണ്ടാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഈ 9000 ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അതും ഇതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അന്തിമ വിജ്ഞാപനം വീണ്ടും പ്രശ്നത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ റവന്യൂ വില്ലേജുകളെ കൃത്യമായിട്ട് മാറ്റി ഓരോ വില്ലേജിനുമുള്ള ഫോറസ്റ്റിനെ ഫോറസ്റ്റ് വില്ലേജ് ആക്കി മാറ്റിക്കൊണ്ട് ആ ഫോറസ്റ്റ് വില്ലേജുകളിൽ ESA മതി എന്ന വാദഗതി എടുക്കുക ഒന്നുകിൽ. അതല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഈ വനം പെടുന്ന വാർഡുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള വനത്തെ മാത്രം ESA ആയി പ്രഖ്യാപിക്കുന്നത്. ഇനി എന്തെല്ലാം മെത്തഡോളജി ഇതിനകത്ത് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും ചോദിച്ചു? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർക്കെല്ലാവർക്കും ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല. സാധാരണക്കാരൻ കിടന്ന് കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ഒന്നും വിഷയമല്ല. എല്ലാവർക്കും അവരുടെ കാര്യം സാധിച്ച് അവരുടെ വില്ലേജുകളെയും സംരക്ഷിച്ച് അവരുടെ ജനങ്ങളെയും സംരക്ഷിച്ച് പോകണമെന്നുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശമായ ഒരു ചിത്രമാണ് ഇന്ന് ഈ സമൂഹത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ 30 ലക്ഷം ആളുകളെ ബലി കൊടുക്കാനായിട്ട് കാരണമാകും. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. താങ്കൾ ചുരുങ്ങിയ ഇടപെടുവാണ്. അതായത് നമുക്ക് വാർഡ് അടിസ്ഥാനത്തിൽ പോലും തിരിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് പ്രായോഗികമല്ല. കാരണം നമ്മുടെ പല ഈ വാർഡുകൾക്കുള്ളിൽ പോലും ചെറിയ ഗ്രാമങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു കുടിയേറ്റ സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു 3 or 4 പഞ്ചായത്ത് വാർഡുകൾ ഇതിനകത്തുള്ളതാണ്. ഈ വാർഡുകൾ ഇതിനകത്ത് വന്നിട്ട് അതിന്റെ പേരില് ഈ വാർഡുകളെ പോലും തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വനമേഖല ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. വലിയ പ്രശ്നങ്ങൾ കാരണവും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും കൂടെ ഒരു സംയുക്ത പഠനം നടത്തി പരിപൂർണമായ റവന്യൂ ഭൂമിയെ, അതായത് പട്ടയമുള്ളതും ഇല്ലാത്തതുമായ റവന്യൂ ഭൂമിയെ അതിൽ നിന്ന് തിരിച്ച് വേർപെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിന് മാത്രമേ ഇവിടുത്തെ പരിഹാരമായിട്ട് മാറാനായിട്ട് കഴിയുള്ളൂ. അച്ഛൻ പറഞ്ഞത് വളരെ റെലവന്റ് ആണ്. അതിനകത്ത് ഒരു വിഷയം വരാൻ സാധ്യതയുള്ളത്, അതായത് നമുക്ക് ഈ വില്ലേജ് ആസ് എ യൂണിറ്റ് എന്നുള്ള റെസ്ട്രിക്ഷൻ എപ്പോഴും തുടക്കം മുതൽ ഇവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത്, ഈ നമ്മുടെ 10 വാർഡുണ്ടെങ്കിൽ അതിൽ 5 വാർഡുകളിലാണ് ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ആ 5 വാർഡിലെ ഫോറസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വില്ലേജ്, ഉദാഹരണത്തിന് ഒരു വില്ലേജിന്റെ പേര് വില്ലേജ് എ റവന്യൂ വില്ലേജ്, ആ വില്ലേജ് തന്നെ ബി അത് ഫോറസ്റ്റ് വില്ലേജ്, ഇങ്ങനെ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് മാത്രമേ വരുള്ളൂ. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ ആളുകൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രതിഷേധം അത് ഒരു പരിധിവരെ കണ്ടില്ല എന്ന് വെക്കുവാൻ ഒരു സർക്കാരിനും സാധിക്കത്തില്ല. അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു സൊല്യൂഷൻ ആകുന്നില്ല എന്ന് കണ്ടാൽ ജനങ്ങൾ ഇളകും എന്നുള്ളത് കാര്യത്തിലും സംശയമില്ല. ഇതിന് മുന്നത്തെ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിലനിൽപ്പ് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിലനിൽപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും തുനിഞ്ഞിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് എത്താതെ കേരള സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സംസ്ഥാന സർക്കാരാണ് കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടത്. അവർ വളരെയധികം വീഴ്ചകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞ 10-12 വർഷക്കാലം.
കൃത്യതയോടുകൂടി ഏത് റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് ഞങ്ങളുടേത് ഇതാണ് സ്റ്റാൻഡ് എന്ന് പറയാനായിട്ട്? ഓരോ പ്രാവശ്യവും ഓരോ റിപ്പോർട്ടാണ്. ഉമ്മൻ കമ്മിറ്റി കൊടുക്കുമ്പോൾ അത് 2018 കൊടുക്കുന്ന റിപ്പോർട്ട്, അത് 32 വില്ലേജുകളെ മാറ്റിയെന്ന് പറയുമ്പോൾ 31 വില്ലേജുകളെ മാറ്റിയെന്ന് പറയുമ്പോൾ അത് വീണ്ടും വില്ലേജ് ഷേപ്പ് മാപ്പുകൾ ഇങ്ങനെയാണ്, ഫോറസ്റ്റ് മാത്രമുള്ളതാണെന്ന് പറയുമ്പോൾ അത് ഓരോ തവണയും ഓരോ വിധത്തിലാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് കേരളത്തിലെ ഉമ്മൻ വെച്ച് ഞങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയതാണ്. ആ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അവർ റവന്യൂ ഭൂമി മാത്രമേ വെരിഫൈ ചെയ്തുള്ളൂ. ഫോറസ്റ്റ് ഏരിയ അവർക്ക് അറിയില്ലായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അവർ ഈ ഫോറസ്റ്റ് 9107 എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഔദ്യോഗിക ഫോറസ്റ്റ് ഡോക്യുമെന്റ് അനുസരിച്ച് 123 വില്ലേജുകളിൽ ഇത്രയും ഫോറസ്റ്റ് ഇല്ല എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും 9107 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് ആയിക്കൊണ്ട് ESA പ്രഖ്യാപിക്കാൻ കഴിയില്ല ഈ 123 വില്ലേജിൽ എന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഉമ്മനിൽ ഒരു കറക്ഷൻ നടത്തണം. രണ്ടാമത്തത്, ഈ 123 വില്ലേജിലും ഒരു കാരണവശാലും ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള റിസർവ് ഫോറസ്റ്റ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പ്രൊട്ടക്ടഡ് ഏരിയാസും മാത്രമേ ഞങ്ങൾ ESA ആയി പ്രഖ്യാപനം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യമായ ജിയോ കോർഡിനേറ്റ്സ് മാപ്പ് വില്ലേജ് ഷേപ്പ് ഫയൽസ് ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ സബ്മിറ്റ് ചെയ്യണം. ഇത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം. ഇതുവരെ ഈ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന് പറ്റിയിരിക്കുന്ന പാളിച്ച ഇതുവരെ സംസ്ഥാന സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് പെടുത്താത്തത്? ക്ലറിക്കൽ എറർ പറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന ടെക്നിക്കൽ എറർ പറ്റാം. പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ 12 കൊല്ലമായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. പരിസ്ഥിതി മന്ത്രാലയവുമായിട്ട് ചർച്ച ചെയ്ത പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്ന വാർഡുകളിൽ സത്യമാണ് 101 ജില്ലയിലെ ഫോറസ്റ്റ് ഈ 9107 ഇല്ല എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് റവന്യൂ ഭൂമി ഫോറസ്റ്റായി മാറുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന് കഴിയണം. ഈ 60 ദിവസമല്ലേ ഇനിയുള്ളൂ. സ്വാഭാവികമായിട്ട് 61ാമത്തെ ദിവസം വേണമെങ്കിലും അവർക്ക് അന്തിമ വിജ്ഞാപനം ഇറങ്ങാം. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതൊക്കെ ഏകദേശം ചെയ്തു കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പഠനം വരെ നടത്തിയിട്ട്, ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ വരെ നടത്തിയിട്ട് ഈ 12 കൊല്ലമായിട്ടും ഒരു വ്യക്തമായ മാനദണ്ഡത്തോടെ ഈ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നത്? അത് അലംഭാവമാണ്, അങ്ങേയറ്റ അക്ഷന്തവ്യമായിട്ടുള്ള അവഗണനയാണ്. അത് ഒരു ജനാധിപത്യ സർക്കാരിന് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണെന്ന് പറയേണ്ടി വരും ഇതിനകത്ത്. ചോദിച്ചാൽ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഒരു സമൂഹത്തിന്റെ ആശങ്ക അത് കണ്ടില്ല എന്ന് ഒരു പരിധി കൂടുതൽ വെക്കാൻ സാധിക്കത്തില്ല. അത് ഏത് സർക്കാരായാലും ഏത് ഭരണമായാലും എന്തായാലും ശരി, ഒരു സമൂഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് കഴിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇതിന്റെ പേരിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിരാഹാര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനിതാ വീട്ടമ്മമാരുടെ വിലാപരാതി ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴിക്കോട് താമരശ്ശേരി രൂപതയിലൊക്കെ അടക്കം നമ്മൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പ്രതിഷേധിച്ചിട്ടുണ്ട്. അന്നൊക്കെ രാഷ്ട്രീയ ജനങ്ങൾ ഒന്നടങ്കം വരുമായിരുന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യവും ഇപ്പം ഇടുക്കിയിൽ നല്ലതുപോലെ ഇതിനെതിരെ പ്രക്ഷോഭം ഇടുക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വം നടന്നതാണ്. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ എല്ലാ ഭാഗത്തും നടന്നിട്ടാണ് ഇത് തിരുത്താം എന്ന് പറഞ്ഞ് ഈ സംസ്ഥാന സർക്കാർ അതിനെയൊക്കെ ഒതുക്കിക്കളഞ്ഞത്. അങ്ങനെ ഈ 12 വർഷം കൊണ്ട് ഇവരുടെ മനോവീര്യത്തെ കെടുത്തിയിട്ട് ഇപ്പൊ ഈ അന്തിമ വിജ്ഞാനം വരുമ്പോൾ വീണ്ടും ജനങ്ങളോട് ഇറങ്ങാൻ പറയുമ്പോൾ അവർ വിചാരിക്കും ഇത് പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ഇത് വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും. ഇതാണ് ഇതിന്റെ വിഷയം. അതിന്റെ വലിയ പ്രതിസന്ധിയാണ്. ഇത് തലയ്ക്ക് നടുവേ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്ത് ആളുകളെ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പരാതികൾ അയപ്പിക്കണം. ഈ 60 ദിവസത്തിനുള്ളിൽ എല്ലാ മേഖലകളിൽ നിന്നും ധാരാളമായിട്ട്, അത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന്, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റികളിൽ നിന്ന്, പള്ളി കമ്മിറ്റികളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, വിവിധ സംഘടനകളിൽ നിന്ന്, വിവിധ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പരാതികൾ നമ്മൾ അയക്കണം. ഒരു പ്രാവശ്യം അയച്ച പരാതി ആ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആകുന്നതോടുകൂടി ഇൻവാലിഡ് ആയി പോവുകയാണ്. അപ്പൊ ആ നോട്ടിഫിക്കേഷന്റെ കാലാവധി ഇതിനോടുകൂടി അയച്ച പരാതികൾ മുഴുവൻ ഇൻവാലിഡ് ആവുകയാണ്. 1 ലക്ഷവും 2 ലക്ഷവും കാർഡുകൾ ഇവിടുന്ന് അവിടെ കുറഞ്ഞു വന്നു. ഇപ്പൊ എല്ലാ മേഖലകളിലും നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് പരമാവധി ആളുകളെ കൊണ്ട് ഈ പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. സംസ്ഥാന സർക്കാരിലൂടെ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാനുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളും നടത്തുകയാണ്. അത് മാത്രമാണ്, അതായത് ജനങ്ങളെ ഇനിയും വഴിയിലേക്ക് ഇറക്കിയിട്ട് പരിഹാരം ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നതാണ് ചോദിച്ചത് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. കേരളം ആവശ്യപ്പെടുന്ന ഭേദഗതികൾ അംഗീകരിക്കപ്പെടാത്ത ഈ സാഹചര്യത്തിൽ ESA വിഷയത്തിൽ വീണ്ടും ആശങ്ക ശക്തമാവുകയാണ്.
ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ നിലപാടും കേന്ദ്രം പുറത്തിറക്കിയ പുതിയ കരട് വിജ്ഞാപനവും തുടർന്നുള്ള നടപടികളുമൊക്കെ ഇനി വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരള സമൂഹത്തിന്റെ ഒരു ആശങ്ക അത് കണ്ടില്ല എന്ന് നടിച്ചെത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ഞാൻ ജോയിസ് മാത്യു. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.